കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി ചുമതലയേറ്റു. 12-അംഗ ക്യാബിനറ്റും അദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനെ തുടർന്നാണ് മാർക്ക് കാർണിയെ ലിബറൽ പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തത്. 86% വോട്ട് നേടിയാണ് ലിബറൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും മാർക്ക് കാർണി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒട്ടാവയിലെ റീഡോ ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചാൾസ് മൂന്നാമൻ രാജാവിനും പിൻഗാമികൾക്കും അനന്തരാവകാശികൾക്കും വിധേയത്വം പ്രഖ്യാപിച്ചായിരുന്നു പരമ്പരാഗത രീതിയിൽ സത്യപ്രതിജ്ഞ. I, Mark Carney, do solemnly and sincerely swear that I shall be a true and faithful servant to His Majesty King Charles III. ഉടൻ തന്നെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണെന്ന് മാർക്ക് കാർണി മാധ്യമങ്ങളോട് പറഞ്ഞു. On met l'action à partir de maintenant et il faut faire la cérémonie et quelques remarques après. Okay? 12-അംഗ മന്ത്രിസഭയും അദ്ദേഹത്തോടൊപ്പം സ്ഥാനമേറ്റു. ഭാരത വംശജരായ കമൽ ഖേരയും അനിത ആനന്ദും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനവധി വെല്ലുവിളികളാണ് മാർക്ക് കാർണിയെ കാത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.